എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക വെച്ച് അടിപൊളി ടേസ്റ്റ് തീയലാണ്. മിക്ക ആൾക്കാരും ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഇത് തയ്യാറാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇവിടെ ഞാൻ 25 കോവയ്ക്ക കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെങ്ങനെ തീയലിന് വേണ്ടി കട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. കോവയ്ക്കയുടെ അറ്റഭാഗം കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നടുക്കൂടെ ഈ കാണിക്കുന്ന രീതി കട്ട് ചെയ്തെടുക്കുക. ഈ രീതിയിലാണ് ഞാൻ കോവയ്ക്കയ്ക്ക് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. എല്ലാം നമുക്ക് ഇതേ രീതിയിൽ കട്ട് ചെയ്തുകൊണ്ട് വരാം. പിന്നെ കോവയ്ക്ക എടുക്കുമ്പം എളുപ്പമുള്ള കോവയ്ക്ക എടുക്കണം, അങ്ങനെയൊന്നുമില്ല. ചെറുതായിട്ട് ഇതുപോലെ പഴുത്ത് വരുന്ന കോവയ്ക്ക എടുക്കാം. എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് പഴുത്ത് പോയ കോവയ്ക്ക എടുക്കേണ്ട, ഈ രീതിയിലുള്ള കോവയ്ക്ക എടുക്കാം. കോവയ്ക്ക എല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു 10-20 കൊച്ചുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. കൊച്ചുള്ളി ചെറുതാണ് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി, വലുതാണ് ഒരു 3-4 കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു മീഡിയം സവാളയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം മൊത്തം വേണം കൊച്ചുള്ളി എടുക്കാവുന്നതാണ് കേട്ടോ. അന്നേരം ഒരു 10-30 കൊച്ചുള്ളി എടുക്കുക. 5-6 വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. പച്ചമുളക് നടുക്കൂടെ ഒന്ന് പൊളർത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ മീഡിയം ഒരു തക്കാളി എടുക്കണം, അതും കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഇവിടെ ഞാൻ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് എടുക്കാവുന്നതാണ്. ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ പിഴുപുളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിഴുപുളി എടുത്ത് അത് പിഴുപുളിയുടെ നികത്തെ വെള്ളം ഒഴിച്ച് അത് കുതിരാനായിട്ട് മാറ്റി വെക്കാം. കുതിർന്ന് കഴിയുമ്പോൾ നല്ലതായിട്ട് ഞെരടി അതിനെ അരിച്ച് എടുത്ത് മാറ്റി വെക്കുക. ഇവിടെ ഞാൻ ഒരു കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകി കഴിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു. അപ്പോൾ പെട്ടെന്ന് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു ഫ്രൈ പാനിലോട്ട് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലോട്ട് പിന്നെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. തീ കുറച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് മൂത്ത് വരട്ടെ എന്ന് പറഞ്ഞ് തീ കൂട്ടിയിട്ട് വെക്കരുത്, അപ്പോഴത്തേക്ക് അരിഞ്ഞൊരു ടേസ്റ്റ് വരും. നല്ല രീതിയിലാണ് ഈ ഒരു കളർ ആയി വരണം. തീ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം, അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. ഒരു ചട്ടി അടപ്പത്താൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ബ്രൗൺ കളറായി വരേണ്ട ആവശ്യമില്ല. ഇതുപോലെ കളറൊക്കെ മാറി ലൈറ്റ് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് തേങ്ങയൊക്കെ സൈഡിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് നടുക്കോട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ആദ്യമാണ് കടുക് പൊട്ടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഈ സമയത്ത് കടുക് പൊട്ടിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവസാനം കടുക് പൊട്ടിച്ചിട്ടാൽ മതി കേട്ടോ. കടുകെല്ലാം പൊട്ടി വന്ന് കഴിയുമ്പോൾ തേങ്ങക്കൊത്തും കടുകെല്ലാമായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഇപ്പോൾ തേങ്ങക്കൊത്ത് കണ്ട് നല്ല കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സവാള, കൊച്ചുള്ളി, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞ് വെച്ചതുണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ബ്രൗൺ കളറായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളിയൊക്കെ നല്ലതായിട്ട് സോഫ്റ്റായി വരണം. ആ ഒരു പരുവായി വന്നാൽ മതി. ഉണ്ടോ, ഈ ഒരു പരുവായി വന്നാൽ മതി. ഈ ഒരു പരുവായി വരുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നവരെ ഇളക്കിയെടുക്കുക. ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ നല്ലതായിട്ട് മാറി വന്ന് കഴിയുമ്പം ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ ഇളക്കി അങ്ങ് മിക്സ് ചെയ്യുക. ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് തക്കാളി ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു മീഡിയം തക്കാളി. ആ തക്കാളി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ പെട്ടെന്നൊന്ന് വഴണ്ട് വരാനായിട്ട് ആവശ്യത്തുള്ള ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം ഉപ്പിട്ട് കൊടുത്തതാണ്, അതുകൊണ്ട് നോക്കി മാത്രം ഉപ്പിട്ട് കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. തക്കാളി നല്ലതായിട്ടൊന്ന് മെൽറ്റായി വരണം. അതിനുവേണ്ടി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് വരെ ഇവിടെ ഇരിക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി ഇവിടെ നല്ലതായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, തക്കാളിയൊക്കെ നല്ലതായിട്ട് അലിഞ്ഞ് ചേർന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഉണ്ടല്ലോ, കോവയ്ക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. കോവയ്ക്കോട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇതിനെ അങ്ങ് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. പുളിവെള്ളത്തോട് ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി നോക്കുക. എന്നിട്ട് ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഇനി ഒഴിച്ച് കൊടുക്കാം. കാരണം നമ്മൾ ഈ ഇട്ട് കൊടുത്ത കോവയ്ക്കൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ വരെ വെള്ളം നിൽക്കണം. കാരണം കോവയ്ക്ക വേകണമല്ലോ. അപ്പം ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടാണ് പിന്നെ ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ച് നമുക്കിതിനെ പകുതി മുക്കാൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. കോവയ്ക്ക് ഇവിടെ പകുതി മുക്കാൽ വരെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇളക്കി നോക്കുമ്പോൾ കാണില്ലേ, കോവയ്ക്ക് മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. തേങ്ങ ഒട്ടും വെള്ളം തൊടാതെ ഞാൻ മിക്സിയിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ തേങ്ങ നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് മിക്സി കഴുകി ഒരു 1/4 കപ്പ് വെള്ളം കൂടെ, കാരണം നമുക്ക് ഈ കോവയ്ക്കയുടെ എത്ര ലൂസ് വേണം, ചിലർക്കാണെങ്കിൽ നല്ല
ലൂസായിട്ട് വേണം, ചിലർക്ക് തീയിൽ നല്ലതായിട്ട് കുറുകിയിരിക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെയൊക്കെ അളവ് നമ്മുടെ അനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാവുന്നതാണ് കേട്ടോ. ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പ് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ നിങ്ങൾ പുളി നോക്കുക, പുളി കുറവുണ്ടെന്നുണ്ടെങ്കിൽ ശകലം പുളിയും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇത് ആവശ്യത്തിന് പുളി ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് നിങ്ങളിതിനെ ഇളക്കി മിക്സ് ചെയ്യുക. അടച്ചു വെച്ച് നമുക്ക് കോവയ്ക്ക 5 തൊട്ട് 10 മിനിറ്റോടെ വേവിച്ചെടുക്കാം. തീ കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാം, അതല്ലെങ്കിൽ വെള്ളം എല്ലാം അങ്ങ് വറ്റിപ്പോകും കേട്ടോ. ഇപ്പോൾ ദാണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മുകളിൽ വെളിച്ചെണ്ണ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കോവയ്ക്ക നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് മുകളിൽ എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കോവയ്ക്ക തീയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം കടുക് പൊട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സമയമാകുമ്പോൾ നിങ്ങൾ കടുക് പൊട്ടിച്ച് ഇതിലോട്ടിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. ഞാൻ ഇളക്കി കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ കോവയ്ക്കൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സംഭവമല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തീയിലുണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.